ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ കടുത്ത നടപടിയിലേക്ക് നഴ്സിംഗ് കൗൺസിൽ. പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം വിലക്കും. അതേസമയം കേസിൽ പ്രധാനപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘം വീണ്ടെടുത്തു. പീഡനത്തിന് ഉപയോഗിച്ച കത്തിയും ഡമ്പലുകളും ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത്. കോളേജിലേക്ക് AISF-ഉം BJP-യും നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം വിലക്കാനാണ് നഴ്സിംഗ് കൗൺസിലിന്റെ തീരുമാനം. സാമുവൽ, വിവേക്, റിജിൽജിത്ത്, രാഹുൽ രാജ്, ജീവ എന്നിവർക്കെതിരെയാണ് നടപടി. കോട്ടയത്ത് നടന്ന റാഗിങ് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ ഞങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കില്ല. അത്തരം ആൾക്കാർ നഴ്സിംഗ് മേഖലയ്ക്ക് കടന്നു വരുന്നത് നഴ്സിംഗ് മേഖലയ്ക്ക് ഒരു ദുരന്തമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കോളേജ് ഹോസ്റ്റലിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ പീഡനത്തിന് ഉപയോഗിച്ച കത്തി, ഡംബൽ, കോമ്പസ് എന്നിവ കണ്ടെടുത്തു. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ജുഡീഷ്യറിയുടെ ഒരു മേൽനോട്ടത്തിൽ വേണം ഈ അന്വേഷണം നടത്താൻ. അല്ലെങ്കിൽ ഈ അന്വേഷണം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തണുത്തു പോകും. തെളിവുകൾ ഇല്ലാതാക്കാനും അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ വലിയ ഗൗരവതരമല്ല എന്ന് വരുത്തി തീർക്കാനും ശ്രമം നടത്തുമ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് എന്ത് സംരക്ഷണം ഉണ്ടാകുന്നത്? പ്രതികളായ SFI നേതാവിനെ തള്ളി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തി. കുറ്റക്കാരെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കുമെന്ന V. ശിവൻകുട്ടി. ചിലപ്പോൾ ഒറ്റതിരിഞ്ഞോ മറ്റോ അങ്ങനെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാരെങ്കിലും ഇതിൽ പ്രതിയാവണമെങ്കിൽ അവരെ നമുക്ക് പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്താനല്ലേ നമുക്ക് കഴിയുള്ളൂ. അവരെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഒഴിവാക്കുന്നത് മറ്റുള്ളവർക്കും ഇത് മാതൃകയായിരിക്കും. കോളേജിന്റെ വീഴ്ച ആരോപിച്ച് AISF-ഉം AYF-ഉം കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷഭരിതമായി. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു. പഴുതടച്ച അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെയുള്ള നടപടികളും വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വേണ്ടത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനങ്ങളാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. മുണ്ടക്കൈ ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പയുടെ വിനിയോഗം ചർച്ച ചെയ്യാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ യോഗം ചേരും. 45 ദിവസത്തിനകം ചെലവഴിക്കണമെന്ന നിബന്ധനയോടെ വായ്പ അനുവദിച്ചത് കേരളത്തോടുള്ള ക്രൂരതയാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. പദ്ധതി പൂർത്തിയാക്കാൻ കേന്ദ്രത്തോട് സാവകാശം തേടുന്നതും പരിഗണനയിലുണ്ട്. സംസ്ഥാനം സമർപ്പിച്ച 14 പ്രൊജക്ടുകളുടെ പൂർത്തീകരണത്തിനാണ് കേന്ദ്ര സർക്കാർ 529.5 കോടി രൂപ വായ്പയായി അനുവദിച്ചത്. പണം ലഭ്യമായ സാഹചര്യത്തിൽ പ്രൊജക്ടുകൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ചർച്ചയെ തീരുമാനിക്കുന്നതിനാണ് വകുപ്പ് സെക്രട്ടറിമാർ യോഗം ചേരുന്നത്. ധനകാര്യ വകുപ്പിന് ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകന്റെ സാന്നിധ്യത്തിൽ പൊതുമരാമത്ത്, ജലവിഭവം, പൊതുവിദ്യാഭ്യാസം, റവന്യൂ സെക്രട്ടറിമാരാണ് യോഗം ചേരുന്നത്. പ്രൊജക്ടുകളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ, ടെൻഡർ ക്ഷണിക്കൽ, കരാർ ഉറപ്പിക്കൽ പോലുള്ള നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്യും. സമയം വേണ്ടിവരുന്ന ജോലികളായതിനാൽ ഈ സാമ്പത്തിക വർഷം തന്നെ പദ്ധതി പൂർത്തിയാക്കണമെന്ന നിബന്ധന ഒഴിവാക്കണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്നതും പരിഗണിക്കും. ലോണാണെങ്കിലും ആ തുക ഇപ്പോൾ ഒരു സഹായം എന്ന നിലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ ഇന്ന് തന്നെ കേരളം ആലോചിക്കും. ഓരോ മണിക്കൂറും കൗണ്ട് ഡൗൺ ആണ് എന്നുള്ളത് കൊണ്ട് കഠിനമായിട്ടുള്ള ഒരു വാള് തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്നു ഉപാധികളുടെ പേരിൽ എന്നുള്ളത് കൊണ്ട് കേരളം ഇന്നത് പരിശോധിച്ച് പൂർണ്ണമായും നമുക്കൊരു മറുപടി പറയാനാകും. വായ്പയായി പണം ലഭിച്ചത് സ്വീകരിക്കുമ്പോഴും നിബന്ധനകൾ വെച്ചതിൽ സർക്കാരിന് എതിർപ്പുണ്ട്. മൂലധന നിക്ഷേപ സഹായ പദ്ധതിയിലെ വായ്പകൾക്ക് നിബന്ധന ഉള്ളതിനാൽ എതിർപ്പ് രേഖാമൂലം കേന്ദ്രത്തെ അറിയിച്ചേക്കില്ല. ഇത് കേരളത്തിനോടുള്ള കടുത്ത നീതി നിഷേധത്തിന്റെ ക്രൂരമായിട്ടുള്ള ഒരു താല്പര്യമാണ്. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പുകളുടെ ശിലാസ്ഥാപനം മാർച്ച് ആദ്യവാരം നടത്താനാണ് ധാരണ. അനുബന്ധ പദ്ധതികളും ടൗൺഷിപ്പിനൊപ്പം പൂർത്തിയാക്കാമെന്നതാവും സംസ്ഥാനം കേന്ദ്രത്തെ അറിയിക്കാൻ പോകുന്നത്. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഉപാധികളുടെ സഹായം അനുവദിച്ചതിനെതിരെ വ്യാപക വിമർശനം. കേന്ദ്ര സർക്കാരിൻ്റേത് മനുഷ്യത്വരഹിത മനോഭാവമാണെന്ന് പ്രതിപക്ഷ നേതാവ് V. D. സതീശൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര നടപടി കേരളത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. പണം ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് വേണ്ടതെന്നും ഈ തുക ഗ്രാന്റിന് തുല്യമാണെന്നുമായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്, കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് അടയ്ക്കേണ്ടെന്ന് പറയാൻ സുരേന്ദ്രനാരാ? പരിഹസിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വീണ്ടും കടത്തിലാക്കി നിർത്തണം, എന്നാലേ ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റൂ. കേരളത്തോടുള്ള കടുത്ത വിഭജനത്തിന്റെ ഒരു നല്ല ഉദാഹരണമാണ്. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയാണ്. ഫലത്തിൽ അതൊരു ഗ്രാന്റ് തന്നെയാണ്.
പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള വേവലാതി പിണറായി വിജയനോ ഇവിടുത്തെ UDF ഇപ്പോൾ നടത്തണ്ട. 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ഇവിടെ ദേശീയ കക്ഷികൾക്ക് വരും. അതിന് ആ കാര്യത്തെപ്പറ്റി നിങ്ങളിപ്പോൾ വല്ലാതെ വേവലാതിപ്പെടണ്ട. മുണ്ടക്കൈ പുനരധിവാസത്തിനായി അനുവദിച്ച തുക ചിലവഴിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ്. നിബന്ധനകൾ വെച്ചാണ് പണം അനുവദിച്ചത്. ഇത് പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താ? ഇത് പറഞ്ഞാൽ തേങ്ങ കിട്ടിയ പോലെയാണ്. നമുക്ക് പൊട്ടിക്കാനും പറ്റില്ല, ഉപയോഗിക്കാനും പറ്റില്ല. അത് 1 ലക്ഷം കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ 50 കൊല്ലം കൊണ്ട് അടച്ചു തീർക്കേണ്ട വായ്പ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻസ് വെച്ച് മാർച്ച് 31-ാം തീയതി ഉപയോഗിച്ച സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്. അത് പ്രായോഗികമാണോ? കർഷകരെയും വിദ്യാർത്ഥികളും എടുത്തിട്ടുള്ള ബാങ്ക് ലോണുകൾ അത് എഴുതിത്തള്ളണം. പൂർണ്ണമായി നെഗറ്റിവിറ്റിയാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡോക്ടർ ശശി തരൂർ MP പ്രശംസ. മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഗുണകരവും പ്രതീക്ഷാ നിർഭരവുമാണെന്ന് ശശി തരൂർ പറഞ്ഞു. മറ്റുള്ളവരെ പ്രശംസിക്കാൻ മടി കാണിക്കുന്ന ഡൊണാൾഡ് ട്രംപ് മോദിയെ തന്നേക്കാൾ മികച്ച നെഗോഷിയേറ്റർ എന്ന് വിശേഷിപ്പിച്ചത് സന്തോഷം നൽകുന്ന കാര്യമാണെന്നും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. Well, so far I must say that what we've seen from the press statements by both the Prime Minister and by President Trump are very encouraging, because it looks like some of the big concerns we all had have been addressed. For example, on the question of trade and tariffs, they've decided to sit down together and do a serious negotiation that will conclude by the fall, which is the autumn, September, October of this year. I think that's a very good outcome, a very constructive discussion, because it looks to me as if we have got pretty much all that we could have expected at this time, as I said, except for an assurance on the way in which our migrants are being sent back. Yesterday, the Defense Secretary of the US had said that Mr. Trump is the greatest negotiator in the world, and here Mr. Trump says Mr. Modi is better than him. So I think we are looking at a very high degree of praise from a man who is not known for saying praiseworthy things. So this is good news. ശശി തരൂരിന്റെ നിലപാടുകളെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും തള്ളുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഒരു BJP നേതാവ് അല്ലെങ്കിൽ ഒരു BJPയുടെ കേന്ദ്രമന്ത്രിയോ MPയോ ഒക്കെ പറയുന്ന അതിന് തുല്യമായ വാക്കുകളാണ് ശശി തരൂർ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ യാത്രയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരിക്കലും സ്വീകാര്യമാവില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് വക്താക്കളൊക്കെ യാത്രയെ വിമർശിച്ചിട്ടുണ്ട്. വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് തരൂർ ഈ വിഷയത്തിൽ മോദിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നത്. എന്താണ് ഹൈക്കമാൻഡിന്റെ ഈ വിഷയത്തിലെ പ്രതികരണങ്ങൾ? എങ്ങനെയായിരിക്കും ഇതിനോട് കോൺഗ്രസ് നേതൃത്വം ഇനി അടുത്ത മണിക്കൂറുകളിൽ പ്രതികരിക്കുക? വിജയകുമാർ, വീണ്ടും ഒരിക്കൽ കൂടി ശശി തരൂർ MP കോൺഗ്രസ് നേതൃത്വത്തെ ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനെതിരെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് US-ലുള്ള അനധികൃത ഇന്ത്യക്കാരെ മടക്കി അയക്കുന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ചോദ്യം ചെയ്തത്. ഒപ്പം തന്നെ ഈ വിഷയങ്ങളിൽ തുടർച്ചയായ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ശശി തരൂർ MP രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സന്ദർശനം ഒരു വലിയ വിജയമാണ് എന്നാണ് അദ്ദേഹം വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒട്ടേറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ സന്ദർശനത്തിലൂടെ കഴിഞ്ഞു എന്നും വളരെ പോസിറ്റീവായാണ് ഈ സന്ദർശനത്തെ കാണേണ്ടത് എന്നും അദ്ദേഹം പറയുന്നതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി കൂടി പുകഴ്ത്തുകയാണ് ശശി തരൂർ MP. എന്നാൽ ഈ ഒരു നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇതിൽ പരസ്യമായ പ്രതികരണത്തിനില്ല എന്ന നിലപാടാണ് ഭൂരിഭാഗം നേതാക്കളും സ്വീകരിക്കുന്നത്. അതേസമയം ശശി തരൂർ MP പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നും അത് കോൺഗ്രസിൻ്റെ നിലപാടല്ല എന്നുമാണ് നേതാക്കൾ നൽകുന്ന വിശദീകരണം എന്നുള്ളത്. പരസ്യമായി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ വാർത്താ സമ്മേളനം വിളിക്കാനോ മറ്റോ നേതാക്കൾ തയ്യാറാകുന്നില്ല എങ്കിൽ പോലും ശശി തരൂരിനെ കൃത്യമായി തന്നെ ഇക്കാര്യത്തിലുള്ള അതൃപ്തി അറിയിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തുടർച്ചയായി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നേരത്തെയും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിലും കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ തള്ളുകയും
അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിലും ഇത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ശശി തരൂരിൻ്റെ എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത് എങ്കിൽ പോലും വിദേശ നയം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുൻ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ കൂടി ശശി തരൂർ മോദി സർക്കാരിനെ പ്രകീർത്തിക്കുമ്പോൾ അത് കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിജയകുമാർ. യെസ്, ബൽറാം സൂചിപ്പിച്ചതുപോലെ ഇതാദ്യമല്ല തരൂർ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. BJP സർക്കാരിന്റെ വിദേശ നയത്തെ ഏതാണ്ട് പൂർണ്ണമായും ശശി തരൂർ പിന്തുണയ്ക്കുകയാണ്. നേരത്തെയും അത്തരം പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുറെ കൂടി BJPക്ക് സ്വീകാര്യമായ വാക്കുകൾ ഉപയോഗിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ യാത്രയെ തരൂർ പിന്തുണച്ചിരിക്കുന്നത്, പ്രശംസിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാകുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം സംസ്ഥാനത്തെ വ്യവസായ വളർച്ചയെ പുകഴ്ത്തി ലേഖനമെഴുതിയ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂരിനെ തള്ളുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം വിജയമാണെന്ന തരൂരിന്റെ പ്രതികരണവും VD സതീശൻ തള്ളി. ഹൈക്കമാൻഡിന്റെ അനുമതിയോടെയാണ് VD സതീശൻ ഈ തിരുത്തൽ നടത്തിയിരിക്കുന്നത് എന്നാണ് സൂചന. വീഴ്ചകളും പിശകളും ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ മുന്നണിയായ UDF സർക്കാരിനെതിരെ സമരരംഗത്തുള്ളപ്പോൾ പ്രകീർത്തിച്ച് ലേഖനമെഴുതിയതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തലസ്ഥാനത്തുള്ള MP-യുമായ തരൂർ രാഷ്ട്രീയമായി കൂടി കാര്യങ്ങളെ വിലയിരുത്തണമെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് VD സതീശൻ അദ്ദേഹത്തിന്റെ ലേഖനത്തെ പരസ്യമായി തള്ളി പറഞ്ഞത്. ശശി തരൂർ ഈ ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ. ഇന്നലെ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ശശി തരൂർ സംസ്ഥാനത്തെ വ്യവസായ മേഖല വളർച്ചയുടെ പാതയിലാണെന്ന് പുകഴ്ത്തിയത്. ഈ ലേഖനം CPIയും സർക്കാരും വൻതോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് അതിന് മറുപടി പറയേണ്ടത്. കാരണം ഞങ്ങളൊക്കെ സാധാരണ പാർട്ടി പ്രവർത്തകർ, അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്, വിശ്വപൗരനുമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ അഭിപ്രായം പറയുന്നത് ശരിയല്ല. AICC നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് പ്രവർത്തക സമിതി അംഗമായ തരൂരിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തള്ളിപ്പറഞ്ഞതെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. US-ലെ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള രണ്ടാമത്തെ വിമാനം ഇന്ന് പഞ്ചാബിലെ അമൃത്സറിലെത്തും. 119 പേരാണ് വിമാനത്തിലുണ്ടാവുക. മൂന്നാമത്തെ വിമാനം നാളെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. 119 അനധികൃത കുടിയേറ്റക്കാരുമായാണ് രണ്ടാമത്തെ വിമാനം അമൃത്സറിൽ എത്തുക. ഇന്ന് രാത്രി 11 മണിയോടെ വിമാനം അമൃത്സറിലെ ശ്രീ ഗുരുറാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുമെന്നാണ് വിവരം. രാജ്യത്ത് തിരികെ എത്തിക്കുന്ന കുടിയേറ്റക്കാരിൽ 67 പേർ പഞ്ചാബിൽ നിന്നും 33 പേർ ഹരിയാനയിൽ നിന്നുള്ളവരെന്നാണ് വിവരം. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗോവ, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും സംഘത്തിലുണ്ട്. കുടിയേറ്റക്കാരെ അമൃത്സറിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയർന്നു. പഞ്ചാബിനെ അപമാനിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന മുഖ്യമന്ത്രി ഭഗവന്ത് മാനിന്റെ പരാമർശത്തെ കോൺഗ്രസും പിന്തുണച്ചു. അനധികൃത കുടിയേറ്റത്തെ സഹായിക്കുന്ന ഏജന്റുമാർക്കെതിരെ പഞ്ചാബ് സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്ന് BJP വിമർശിച്ചു. लाखों रुपया एजेंट वसूलते हैं और उनको ये जो बच्चों को बाहर भेजते हैं टंकी रूट से या इलीगल तरीके से भेजते हैं, उसके बारे में उनकी सरकार एक्शन क्यों नहीं ले रही? पिछले 3 साल से उनकी सरकार है. നേരത്തെ 104 ഇന്ത്യക്കാരെയാണ് രാജ്യത്ത് തിരികെ എത്തിച്ചത്. കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് തിരികെ കൊണ്ടുവന്നതിൽ ശക്തമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. 24 ഡൽഹി. തൃശൂർ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. 23 മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് സൂചനകളില്ല. ജീവനക്കാരെ ബന്ദിയാക്കി 15 ലക്ഷം രൂപ കവർന്ന ശേഷം പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്കാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതി സംസ്ഥാനം വിടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അന്വേഷണം വഴിതെറ്റിക്കുന്നതിനു വേണ്ടി പ്രതി ആദ്യം എറണാകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ചു. പിന്നീട് തിരികെ തൃശൂർ ഭാഗത്തേക്കും സഞ്ചരിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതോടെ അന്വേഷണം പാലക്കാട്, മലപ്പുറം ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പ്രതി സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന പുതിയ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ടോ എന്ന സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനിടെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ പ്രത്യേക അന്വേഷണ സംഘം ചാലക്കുടിയിൽ യോഗം ചേർന്നു. കാര്യമായ സൂചനകളില്ലാത്തത് അന്വേഷണത്തിന് വെല്ലുവിളിയാണ്. വിവിധയിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചെങ്കിലും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. ബാങ്ക് ജീവനക്കാരുടെ ഫോൺ CDRും പോലീസ് പരിശോധിച്ചു വരികയാണ്. 24 തൃശൂർ.
കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ ക്ഷേത്രം ട്രസ്റ്റിക്കെതിരെ കേസെടുത്തേക്കും. എഴുന്നള്ളിപ്പിൽ നിയമലംഘനം നടന്നതായി മന്ത്രി എ കെ ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. അപകടത്തെ തുടർന്ന് ജില്ലയിൽ ആന എഴുന്നള്ളിപ്പ് താൽക്കാലികമായി നിരോധിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ ലീല, രാജൻ, അമ്മുക്കുട്ടിയമ്മ എന്നിവരാണ് മരിച്ചത്. 31 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ക്ഷേത്രവും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും മന്ത്രി സന്ദർശിച്ചു. നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചു എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നടപടി സ്വാഗതം ചെയ്യുന്നുവെന്നും വീഴ്ചകൾ പരിശോധിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ. ധനസഹായം, ഇൻഷുറൻസ് നിന്ന് ലഭ്യമാക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഇത് നമ്മുടെ ഉത്സവമായതിനെ കൊണ്ട് പല കാര്യങ്ങളുണ്ടാവാം, അസത്യപ്പെട്ടിട്ടുണ്ടാവാം. അത് അന്വേഷണത്തിൽ കൂടി അറിയുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഞാൻ സഹകരിക്കുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആനയെ കൊണ്ട് വലിയൊരു തുക തന്നെ നമുക്ക് ഇൻഷുറായിട്ട് കിട്ടുമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ ക്ഷേത്രവും ഈ ഉത്സവം നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് നമുക്ക് കിട്ടും. ബാക്കി എല്ലാ നാട്ടുകാരും കൂടെ തന്നെ ഉണ്ട്. എല്ലാവരുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് എല്ലാ സഹായങ്ങളും നമുക്ക് എത്തിക്കും. എന്തായാലും നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു, പടക്കം പൊട്ടിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചു, ആനകൾക്ക് ചങ്ങലിട്ടിരുന്നില്ല തുടങ്ങിയ വീഴ്ചകളാണ് വനംവകുപ്പ്, CCFും ADMും സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആന എഴുന്നള്ളിപ്പിന് കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 21 വരെ നിരോധനം ഏർപ്പെടുത്തി. സംഘാടനത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെയും കർശന നടപടിയുണ്ടാകും. കൊയിലാണ്ടിയിൽ നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. മൂന്നാറിൽ കാട്ടാന ആക്രമണം. ദേവികുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കാട്ടാന കുത്തിമറിച്ചു. തല കീഴായി മറിഞ്ഞ കാറിൽ നിന്ന് സഞ്ചാരികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സമീപത്ത് മേഞ്ഞിരുന്ന പശുവിനെയും ആന ആക്രമിച്ചു. മൂന്നാറിൽ കാലിനു പരിക്കേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തി. കല്ലാർ മാലിന്യ പ്ലാന്റിലാണ് കാട്ടാനയെ കണ്ടത്. പടയപ്പയുമായി ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ പരിക്ക് എന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. മലപ്പുറം വണ്ടൂരിൽ ഫർണിച്ചർ കടയിലേക്ക് കാട്ടുപന്നികൾ ഓടിക്കയറി. കടയുടെ ഗ്ലാസുകൾ ഉൾപ്പെടെ തകർന്നു. 3 പന്നികളാണ് ഫർണിച്ചർ കടയിലേക്ക് കയറിയത്. കടയിലെ ജീവനക്കാർ പിന്നീട് പന്നികളെ കടയുടെ പുറത്തെത്തിച്ചു. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സ നൽകുന്നത് വൈകും. ചികിത്സിക്കാനുള്ള കൂട് ബലപ്പെടുത്തുന്ന ജോലി പൂർത്തിയാകാത്തതാണ് കാരണം. അതേസമയം ഇന്ന് റോഡിലിറങ്ങി ആന വാഹനങ്ങൾ തടഞ്ഞു. ആനയുടെ പുതിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഇന്ന് രാവിലെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിന് സമീപം റോഡിലാണ് ആനയെ കണ്ടത്. KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ 15 മിനിറ്റോളം തടഞ്ഞു. ഇന്നത്തെ ദൃശ്യങ്ങളിൽ ആനയെ കൂടുതൽ ക്ഷീണിതനായാണ് കാണുന്നത്. മസ്തിഷ്കത്തിലെ മുറിവിൽ അണുബാധ വർദ്ധിച്ചതായും നാട്ടുകാർ പറയുന്നു. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയാൽ അതിജീവിക്കാൻ 30% മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് ഇന്നലെ വനം വകുപ്പ് ഉന്നതതല യോഗത്തിൽ ഡോക്ടർമാരുടെ സംഘം വ്യക്തമാക്കിയത്. എന്തായാലും പിടികൂടി ചികിത്സിക്കാൻ തന്നെയാണ് തീരുമാനം. കോടനാട് അഭയാരണ്യത്തിലെ കൂട് ബലപ്പെടുത്തുന്ന നടപടികൾ ഇന്ന് ആരംഭിച്ചു. 3 ദിവസം കൊണ്ട് ഈ ജോലികൾ പൂർത്തിയാക്കി ഉടൻ ദൗത്യം തുടങ്ങാനാണ് വനംവകുപ്പിന്റെ നീക്കം. അതേസമയം തിങ്കളാഴ്ച കുങ്കിയാനകളെ ഉൾപ്പെടെ അതിരപ്പള്ളിയിലേക്ക് എത്തിക്കാനാണ് സാധ്യത. കൂടിന്റെ ജോലികൾ പൂർത്തിയായാൽ ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടുന്ന സംഘം അതിരപ്പള്ളിയിലെത്തും. അടുത്തയാഴ്ച തന്നെ ദൗത്യമുണ്ടാകുമെന്നാണ് CCF വ്യക്തമാക്കിയത്. 24 തൃശൂർ. വ്യാജ മയക്കുമരുന്ന് കേസിൽ പ്രതി നാരായണദാസിനെ പിടികൂടാത്തതിൽ അന്വേഷണ സംഘത്തിനെതിരെ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി. തന്നെ കേസിൽ കുടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചു. മനുഷ്യാവകാശ ലംഘനമാണ് നേരിട്ടതെന്നും സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും ഷീല സണ്ണിയും 24നോട് പറഞ്ഞു.
കടബാധ്യതയും സാമ്പത്തിക ബാധ്യതയും വീട്ടാനായി ഇറ്റലിയിലേക്ക് പോകാനിരിക്കെയാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുങ്ങുന്നത്. സമാനതകളില്ലാത്ത ദുരിതവും മാനഹാനിയും നേരിട്ട സംഭവത്തിൽ കേസ് വ്യാജമാണെന്നറിഞ്ഞിട്ടും എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ഷീല സണ്ണി. എന്നെ ഈ കേസിൽ കൊടുക്കുക പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നില് നല്ല എന്തോ ഉദ്യോഗസ്ഥർ, അവർക്ക് നല്ല പങ്കുണ്ട്. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 22 ദിവസം പറ്റെങ്കിൽ എന്റെ ജീവിതം, അത് ഞാൻ അനുഭവിച്ച വേദന എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞാൻ എങ്ങനെയാണ് ആ കാലങ്ങളൊക്കെ കടന്നുപോയതെന്ന് ഇപ്പൊ ഓർക്കുമ്പോഴും കൂടി എനിക്ക്. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് സർക്കാരിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളതെന്ന് ഷീല സണ്ണി വ്യക്തമാക്കി. കടുത്ത മനുഷ്യാവകാശ ലംഘനം നേരിട്ട കേസിൽ സർക്കാരിൽ നിന്ന് 72 ലക്ഷം രൂപയാണ് ഷീല സണ്ണി നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്. കള്ളക്കേസിൽ കുടുക്കിയതിനു പിന്നിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ടെന്ന് ഷീല സണ്ണി ആരോപിക്കുന്നു. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചെങ്കിലും ഇതുവരെ നടപടിയായില്ല. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച നാരായണദാസിനായി ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. വ്യാജ ലഹരിമരുന്ന് കേസിൽ 72 ദിവസമാണ് ഷീല സണ്ണി ജയിൽവാസം അനുഭവിച്ചത്. നിതിൻ അംബുജൻ, 24, കൊച്ചി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികത കണ്ടെത്താനാകാതെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഗോപന് ഹൃദയധമനികളിൽ 75% ബ്ലോക്കും കരൾ വൃക്ക രോഗങ്ങളും ഉണ്ടായിരുന്നു. രാസപരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണകാരണം വ്യക്തമാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദത്തിൽ ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഗോപന് ഗുരുതരമായ നിരവധി അസുഖങ്ങളുണ്ടായിരുന്നു. ഹൃദയധമനികളിൽ 75%-ലധികം ബ്ലോക്കുകളുണ്ടായിരുന്നു. ലിവർ സിറോസിസും വൃക്കരോഗവും ഉണ്ടായിരുന്നു. കാലിൽ പഴക്കമുള്ള അൾസറും ഉണ്ടായിരുന്നു. മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകളും മുറിവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മുറിവുകളും ചതവും മരണകാരണമായിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. മരണകാരണത്തിൽ കൃത്യമായ നിഗമനത്തിൽ ഡോക്ടർമാർ എത്തിയിട്ടില്ല. ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇവയുടെ രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം കൃത്യമായി നിർവചിക്കാനാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഗോപൻ മരിച്ച് 1 മാസം കഴിയുമ്പോഴാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. 24, തിരുവനന്തപുരം. നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് നേരത്തെ പറഞ്ഞതാണെന്ന് കുടുംബം. തങ്ങൾക്ക് സത്യത്തിന്റെ പിന്തുണയുണ്ടെന്നും ചെയ്യുന്നതെല്ലാം സത്യമാണെന്നും ഗോപന്റെ ഭാര്യ സുലോചന പറഞ്ഞു. സമാധിയിലേക്ക് വരുന്ന വരുമാനം കുടുംബത്തിന്റെ ചെലവിന് വേണ്ടി ഉപയോഗിക്കില്ലെന്നും ട്രസ്റ്റ് തന്നെ അത് കൈകാര്യം ചെയ്യുമെന്നും ഗോപന്റെ മകൻ രാജസേനൻ പറഞ്ഞു. ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി, ഒരിക്കലും നമ്മുടെ നിത്യ ഉപജീവന മാർഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല. അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ആക്കും ഈ ഒരു ട്രസ്റ്റിനെ ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരാവകാശങ്ങളില്ല. ചീഫ് സെക്രട്ടറി പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന ആരോപണവുമായി വീണ്ടും എൻ പ്രശാന്ത് IAS. ചീഫ് സെക്രട്ടറിക്ക് നൽകിയ രേഖകളും ഫയലുകളും അപ്രത്യക്ഷമാകുന്നു. ഈ സാഹചര്യത്തിൽ ഓൺലൈനിൽ മാത്രമേ ആശയവിനിമയം നടത്തൂ എന്ന് ചൂണ്ടിക്കാട്ടി എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് വീണ്ടും കത്തയച്ചു. ഡോക്ടർ എ ജയതിലകനും കെ ഗോപാലകൃഷ്ണനുമൊപ്പം ചീഫ് സെക്രട്ടറിക്കെതിരെയും ആരോപണമുന്നയിച്ചുകൊണ്ടാണ് എൻ പ്രശാന്തിന്റെ പുതിയ കത്ത്. കഴിഞ്ഞ നവംബർ 14-ന് ഡോക്ടർ ജയതിലകനെതിരെ തെളിവുകൾ സഹിതം കത്തയച്ചിട്ട് അന്വേഷണം നടത്തിയില്ല. തുടർന്ന് ജനുവരി 5-ന് വീണ്ടും രേഖകൾ ഉൾപ്പെടുത്തി ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. ഈ കത്ത് ലഭിച്ചില്ലെന്നറിയിക്കുന്നത് യാദൃശ്ചികമല്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. തനിക്കെതിരായ അച്ചടക്ക നടപടിയിൽ നിഷ്പക്ഷത, സുതാര്യത എന്നിവ വേണം. തന്റെ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ ചീഫ് സെക്രട്ടറി പക്ഷപാതപരമായി പെരുമാറിയെന്നും കത്തിൽ ആരോപിക്കുന്നു. താനിനി സർക്കാരുമായുള്ള എല്ലാ ആശയവിനിമയവും ഓൺലൈനിലായിരിക്കും നടത്തുക. ഇനിയും ഹിയറിംഗിന് ഹാജരാകാൻ തയ്യാറാണ്. എന്നാൽ ഹിയറിംഗ് ഡിജിറ്റൽ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ സ്ട്രീമിംഗും ചെയ്യണമെന്ന് എൻ പ്രശാന്ത് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ നവംബറിൽ സസ്പെൻഡ് ചെയ്ത പ്രശാന്തിനെ ഇതുവരെ തിരിച്ചെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. കെ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിൻവലിച്ച് പുതിയ ചുമതലയും നൽകിക്കഴിഞ്ഞു. 24, തിരുവനന്തപുരം. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്ത MSME അന്വേഷണ സംഘം. അന്വേഷണത്തിൽ ആശങ്കയുള്ളതിനാൽ ഡിജിറ്റൽ തെളിവുകൾ കൈമാറില്ല എന്ന് ജോളി മധുവിന്റെ സഹോദരൻ സിബി ജോസഫ് പറഞ്ഞു. ജോളി മധുവിന്റെ സഹപ്രവർത്തകരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. തുടർച്ചയായ ആരോപണങ്ങൾക്കൊടുവിലാണ് ജോളി മധുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ MSME മന്ത്രാലയം കമ്മിറ്റി രൂപീകരിച്ചത്. കയർ ബോർഡ് മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ല, ചെയർമാൻ വിപുൽ ഗോയൽ എന്നിവർ വേട്ടയാടിയെന്നായിരുന്നു ജോളി മധുവിന്റെ ശബ്ദരേഖ. എന്നാൽ ആരോപണ വിധേയരായ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുന്നത് കീഴുദ്യോഗസ്ഥരാണ്. അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല.
കുറ്റാരോപിതരെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാണ് ആവശ്യം. നമ്മളൊരു അതോറിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസിങ് പൊസിഷനായിട്ടുള്ള വ്യക്തികൾക്കെതിരെ നിൽക്കുമ്പോഴത്തേക്കും ഒരു സ്വാഭാവിക നീതിയുടെ ഒരു പ്രക്രിയ മാത്രമാണ് ആരോപണ വിധേയരായ മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്തുക. എന്നാൽ മാത്രമല്ലേ അതിന് പബ്ലിക്കിനകത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. MSME മന്ത്രാലയത്തിന്റെ അന്വേഷണം ആരംഭിച്ചിട്ട് 3 ദിവസം പിന്നിട്ടു. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ജോളിയുടെ സഹപ്രവർത്തകരിൽ ചിലർ ആരോപണ വിധേയരായ മേലുദ്യോഗസ്ഥർക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. കുടുംബം DGPക്ക് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണവും തുടരുകയാണ്. മേലുദ്യോഗസ്ഥരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ അർബുദബാധിതയായിരുന്ന ജോളി മധുവിനെ ചട്ടം ലംഘിച്ച് ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റി. ശമ്പളമടക്കം തടഞ്ഞുവെച്ച് വേട്ടയാടിയെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ഇടുക്കി കൂട്ടാറിൽ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച CIയെ വെള്ളപൂശി വീണ്ടും DYSPയുടെ റിപ്പോർട്ട്. കൂട്ടം കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടാൻ നിയമപരമായി മാത്രമാണ് ബലം പ്രയോഗിച്ചത് എന്ന് ഇടുക്കി SPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിനെതിരെ മുഖ്യമന്ത്രിയെയും കോടതിയെയും സമീപിക്കുമെന്ന് മർദ്ദനമേറ്റ മുരളീധരൻ വ്യക്തമാക്കി. പുതുവത്സര ദിനത്തിൽ കൂട്ടാറിൽ മദ്യപിച്ച് കൂട്ടം കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടുന്നതിനിടെ മുരളീധരന് മർദ്ദനമേറ്റുവെന്നാണ് കട്ടപ്പന DYSPയുടെ റിപ്പോർട്ട്. കമ്പംമെട്ട് CI നടത്തിയത് നിയമപരമായ ബലപ്രയോഗമെന്നും 2 SIമാർ ഉൾപ്പെട്ട സംഘം ആവശ്യപ്പെട്ടിട്ടും പിരിഞ്ഞു പോകാതെ വന്നതിനെ തുടർന്നാണ് CI എത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CIക്കെതിരെ നടപടി ആവശ്യമില്ലെന്നും ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കമ്പംമെട്ട് CI ഷമീർ ഖാനെ സംരക്ഷിച്ച് കേസ് തേച്ചുമായ്ച്ചു കളയാനുള്ള നീക്കമെന്നാണ് മുരളീധരന്റെ ആരോപണം. ഉദ്യോഗസ്ഥന്മാരെ ന്യായീകരിച്ചുകൊണ്ട് ഇവർ പോകുന്നത് ഒരിക്കലും ശരിയല്ല. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. നടപടി വൈകുന്നതനുസരിച്ച് കോടതിയെ സമീപിക്കണം. അതും കൂടെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. CIയുടെ മർദ്ദനത്തിൽ മുരളീധരന്റെ പല്ല് പോയിരുന്നു. എന്നിട്ടും കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ മുഖ്യമന്ത്രിയെയും കോടതിയെയും സമീപിക്കാനാണ് മുരളീധരന്റെ നീക്കം. മുരളീധരനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. SPക്ക് ലഭിച്ച റിപ്പോർട്ട് ഉടൻ DIGക്ക് കൈമാറും. 24 ഇടുക്കി. സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയം. മുന്നോട്ട് വച്ച ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ധനകാര്യ വകുപ്പുമായി കൂടിയാലോചിക്കണം എന്ന മന്ത്രിയുടെ അഭിപ്രായത്തിനെതിരെ ആശാ വർക്കർമാർ രംഗത്തെത്തി. 6 ദിവസമായി നടത്തുന്ന സമരം തുടരാനാണ് തീരുമാനം. ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, 3 മാസത്തെ വേതന കുടിശ്ശിക നൽകുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാർ സമരം നടത്തുന്നത്. സമരം 6 ദിവസം പിന്നിട്ടപ്പോഴാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കളുമായി മന്ത്രി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. വളരെ പ്രതീക്ഷയോടെ ആണ് നമ്മൾ ചർച്ചയ്ക്ക് പോയത്. പക്ഷേ വളരെ നിരാശാജനകമായിരുന്നു ചർച്ച. ധനകാര്യ വകുപ്പുമായി തീരുമാനത്തിലെത്തിയ ശേഷം ഇനി ചർച്ചയ്ക്ക് വിളിച്ചാൽ മതിയെന്ന് സമരക്കാർ വ്യക്തമാക്കി. ഗവൺമെന്റിനെ കൊണ്ട് തന്നെ തീരുമാനം എടുക്കേണ്ടതാണ്. നിസ്സാരമായ രീതിയിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും പറയാനില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അവർ ചർച്ച ചെയ്യട്ടെ. ധനകാര്യ വകുപ്പുമായിട്ട് മുഖ്യമന്ത്രിയായിട്ടും ചർച്ച ചെയ്തിട്ട് വന്നാൽ മതി. എന്നിട്ട് ഇന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും എന്നുള്ള അവസ്ഥയിൽ അവർ ചർച്ചയ്ക്ക് വരട്ടെ. ചർച്ച പരാജയപ്പെട്ടതോടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം തുടരാനാണ് തീരുമാനം. സമരത്തിന്റെ ഭാഗമായി ഈ മാസം 20-ന് സംസ്ഥാനത്തെ മുഴുവൻ ആശാപ്രവർത്തകരെയും എത്തിച്ചുകൊണ്ട് മഹാസംഗമം നടത്തുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. 24 തിരുവനന്തപുരം. കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപ കാണാതായ സംഭവത്തിൽ ക്രമക്കേട് മറച്ചുവെക്കാൻ വ്യാജരേഖ ഉണ്ടാക്കിയതായി സംശയം. പണം മറ്റൊരു അക്കൗണ്ടിൽ ഉണ്ട് എന്ന് വ്യാജമായി രേഖപ്പെടുത്തിയതാണോ എന്ന് സംശയം ഉയർന്നിരിക്കുകയാണ്. സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറിയോട് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് വിശദീകരണം തേടി. കഴിഞ്ഞ വർഷം ജനുവരി 15-നാണ് ഇന്റേണൽ വിജിലൻസ് 211 കോടി രൂപ കാണാനില്ലെന്ന് റിപ്പോർട്ട് നൽകിയത്. 2023 9-ാം മാസം റീകൺസിലിയേഷൻ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഈ പൊരുത്തക്കേട് കണ്ടെത്തിയത്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ 10-ാം മാസം മുതൽ മറ്റൊരു അക്കൗണ്ടിൽ കോൺട്രാ എൻട്രി വഴി പണമുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അതിലും പണമില്ല. രേഖകളിൽ പണമുണ്ടെന്ന് കാണിക്കുകയും അക്കൗണ്ടിൽ എത്താത്തതും തട്ടിപ്പ് മറയ്ക്കാനാണെന്ന സംശയമാണ് ഉയരുന്നത്. ഒരൊറ്റ ദിവസം 174 കോടി രൂപ വരുമാനമായി രേഖപ്പെടുത്തിയതും സംശയം ഇരട്ടിയാക്കുന്നു. മാധ്യമങ്ങളെ പോലും കബളിപ്പിക്കുന്ന
കള്ളത്തരത്തിന് മാധ്യമങ്ങളെ കൂട്ടുപിടിക്കുന്ന വഞ്ചകന്മാരാണ് കോട്ടയം നഗരസഭ ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമെന്ന് തുറന്നു കാട്ടുന്ന രേഖയാണ് LDF ജില്ലാ കമ്മിറ്റി പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ പരിശോധന നടത്തിയ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ ഫിനാൻസ് വിഭാഗമാണ് ഈ പൊരുത്തക്കേട് കണ്ടെത്തിയത്. പിന്നാലെ സെക്രട്ടറിയോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കണക്കിലെ പിശകാണെന്നാണ് നേരത്തെ മുതൽ ഉദ്യോഗസ്ഥരും ഭരണപക്ഷവും പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ക്രമക്കേട് കൂടി പുറത്തു വന്നതോടെ കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ് നഗരസഭയിലെ സാമ്പത്തിക ഇടപാടുകൾ. ടോബി ജോൺസൺ, 24 കോട്ടയം. ഇപ്പോൾ വ്യവസായ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഈ സമ്മിറ്റിനോട് മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ അതിനോട് ചേർന്നോ ഡെവലപ്പർ പെർമിറ്റ് നൽകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഓരോ സ്ഥലത്തും ജില്ലാതല കമ്മിറ്റികളുണ്ട്. അവരുടെ സ്ക്രൂട്ടനൈസ് ചെയ്ത് അത് അവരുടെ റിപ്പോർട്ടിൻ്റെ വരുന്ന മുറയ്ക്ക് അതിൻ്റെ കമ്മിറ്റി ഡയറക്ടറേറ്റാണ് അവർ അതിന് അംഗീകാരം നൽകും. നല്ല മാറ്റം കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിലും വ്യവസായത്തിലും രൂപപ്പെടുത്തുന്നതിന് ഈ പാർക്ക് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശശി തരൂർ എംപിയുടെ ഭാഗത്തു നിന്നും കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ വളരെയധികം പ്രകീർത്തിച്ചുകൊണ്ട് ലേഖനം വരികയും വളരെയധികം ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അവരത് പൂർണ്ണമായിട്ടും എതിർത്തുകൊണ്ടുള്ള സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത്. വിമർശനമാണ് ആ ഒരു നിലപാടിനോട്. അദ്ദേഹം വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പം അതിലിപ്പോൾ അദ്ദേഹം കേരളത്തിൽ ഞങ്ങളെ അല്ലല്ലോ, LDF അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെയല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രശംസ കേരളത്തിനാകെ അവകാശപ്പെട്ടതാണ്. അതിൻ്റെ ഒരു ഭാഗം പ്രതിപക്ഷത്തിന് കൂടി അവകാശപ്പെടാം. കാരണം അവരുടെ മണ്ഡലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു, അവർ കൂടി മുൻകൈ എടുക്കുന്നു. ഇപ്പോൾ വിഴിഞ്ഞം കോൺക്ലേവ് നടക്കുമ്പോൾ ശ്രീ ശശി തരൂർ ഒരു മുഴുവൻ ദിവസം അതിനകത്ത് പങ്കെടുക്കുകയുണ്ടായി. ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഫയർ സൈഡ് ചാറ്റിനകത്ത് അദ്ദേഹം പങ്കെടുത്തു, പല ഇൻട്രാക്ഷനകത്ത് അദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫുൾ ടൈം അദ്ദേഹം ചെലവഴിച്ചുകൊണ്ടാണ് വിഴിഞ്ഞത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് അവിടുത്തെ ചേംബർ ഓഫ് കോമേഴ്സൊക്കെ ചേർന്നതിൽ അദ്ദേഹത്തിൻ്റെ കൂടി പങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ അവിടെ ലോകത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഷിപ്പിംഗ് കമ്പനികൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, CEO അല്ലെങ്കിൽ MD ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുകയുണ്ടായി. അവരെല്ലാം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ ഒരു MP ആണല്ലോ, മലയാളിയാണല്ലോ. അപ്പോൾ നാടിനോടുള്ള താല്പര്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അത് വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയാണോ, അത് ഞാനിപ്പോൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചു. എന്താണ് MSME രാജ്യത്തെ നിർവചനത്തിൽ? അതാണ് വ്യവസായം, മാനുഫാക്ചറിങ്, സർവീസ്, ട്രേഡ്, 3 കാറ്റഗറി ഉണ്ട്. അല്ലാണ്ട് വിദേശത്ത് നിന്ന് വന്ന ഒരാൾ ഒരു ബേക്കറി തുടങ്ങിയാൽ അയാളെ നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല. അതെല്ലാം ചേർന്നിട്ടാണ്, അതെല്ലാം പബ്ലിക് ഡൊമൈനകത്ത് തന്നെ ഉണ്ട് എത്ര വ്യവസായ സംരംഭമാണ് തുടങ്ങിയത്. അത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റെക്കഗ്നൈസ് ചെയ്തു. മസൂറിയിലെ ട്രെയിനിങ്ങിൽ നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ KSIDC MDA ഇപ്പോൾ വിളിച്ചിരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ തന്നെ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME സെക്ടറെ അംഗീകരിച്ചു. ലോകപ്രശസ്ത സ്ഥാപനം IIM ഇൻഡോർ ഇതിനെക്കുറിച്ച് പ്രത്യേകം അവരുടെ പഠനം നടത്തി വളരെ വിശദമായി. വ്യവസായ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ശശി തരൂരിന്റെ ലേഖനത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. കേരളത്തെയാണ് തരൂർ പുകഴ്ത്തിയത്, അതല്ലാതെ വ്യവസായ വകുപ്പിനെയോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ല. അതിൽ പ്രതിപക്ഷത്തിന് കൂടി പങ്കുണ്ട്. അത് ആ നിലയ്ക്കാണ് കാണേണ്ടത്. സംസ്ഥാനത്തിന്റെ വികസനത്തെയാണ് തരൂർ പുകഴ്ത്തിയത്. അങ്ങനെ വിശാലാർത്ഥത്തിൽ വേണം അതിനെ കാണാൻ എന്നാണ് പി രാജീവ് വിശദീകരിക്കുന്നത്. അതേസമയം കേരളത്തിന്റെ വ്യവസായ വളർച്ചയെ പുകഴ്ത്തിയുള്ള ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനം വായിച്ചിട്ടില്ല എന്നാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞത്. വിഷയം പരിശോധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ആ പ്രതികരണത്തിൽ ഞാനിത് വായിച്ചിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പാതിവില തട്ടിപ്പിൽ പാലക്കാട് മുണ്ടൂരിലെ നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് പ്രതിഷേധം. പണം നഷ്ടപ്പെട്ട 276 പേരാണ് പ്രതിഷേധിച്ചത്. BJP നേതാക്കളുടെ നിയന്ത്രണത്തിലാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എന്നാണ് ആരോപണം. ഒരു 60 ആദ്യം കൊടുത്തു, പിന്നീട് 5,900 കൊടുത്തു, പിന്നെ മെമ്പർഷിപ്പായിട്ട് ഒരു 340 കൊടുത്തിട്ടുണ്ടായി. സീഡ് സൊസൈറ്റിയാണ് ഞങ്ങളെല്ലാം, യുവ കോപ്പറേറ്റീവ് ഇത് മാറ്റി യാതൊരു ബന്ധമില്ലെന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും അവർ ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ റിമൂവ് ചെയ്തത് ഉന്നതം നിന്നാണെന്ന് പറയുന്നത്. അവരെന്നാ വരട്ടെ, അവർ വന്നിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കട്ടെ. ഓൾറെഡി നമുക്കൊരു ബ്രോഷർ വന്നിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന നമ്പർ സജീവിന്റെ വിനോദിന്റെ ആയിരുന്നു. അപ്പൊ അവർ നമ്മളെ വിളിച്ച് പറയുമ്പോഴും നമ്മളിവിടെ എവിടെയാണ് ഓഫീസ് എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ പേരാ പറയുന്നത്, യുവ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാ പറയുന്നത്. അല്ലാതെ പാലക്കാട് സിറ്റി സൊസൈറ്റി എന്നുള്ള ഒരു പേരെ പറയുന്നില്ല. ഇപ്പൊ ഇവര് പറയുന്നത് ഇതല്ല ഓഫീസ്, ഇതിന്റെ അപ്പുറത്ത് എവിടെയോ ഉണ്ടെന്നാ പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തർക്കത്തിന് അയവില്ല.
സമരം പ്രഖ്യാപിച്ചത് സംയുക്ത യോഗത്തിന് ശേഷമെന്ന് സംഘടനാ ട്രഷറർ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. ആന്റണി പെരുമ്പാവൂരിനെയും ജി സുരേഷ് കുമാറിനെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്താനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നീക്കം. അതേസമയം വിവാദങ്ങൾ സിനിമാ രംഗത്തെ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ തിരികൊളുത്തിയ വിവാദത്തിൽ ആന്റണി പെരുമ്പാവൂർ പരസ്യ പ്രതികരണം നടത്തിയതോടെയാണ് തർക്കം ഭിന്നതയിലേക്കും താരങ്ങൾ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തത്. സംഘടന എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കിയെങ്കിലും സമരപ്രഖ്യാപനം തിടുക്കത്തിലായെന്ന് വ്യക്തമാക്കി. നമ്മൾ അനവധി കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ സംയുക്ത മീറ്റിംഗ് നടത്തിയത്. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം. സിനിമയുടെ കളക്ഷൻ കണക്കുകൾ പരസ്യപ്പെടുത്തിയത് സംഘടനയിലെ ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായത്തോടെയാണെന്ന് പ്രതികരിച്ചു. പരസ്യപ്രതികരണം നടത്തിയ ആന്റണി പെരുമ്പാവൂരിനെതിരെ സംഘടന രംഗത്ത് വന്നതിൽ തെറ്റില്ലെന്ന് ലിസ്റ്റിൻ കൂട്ടിച്ചേർത്തു. അതേസമയം ചർച്ചകൾ വന്നതോടെ സിനിമാ രംഗം മെച്ചപ്പെട്ടുവെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കോമ്പറ്റീറ്റീവായിട്ട് ഒരു മേഖലയാണ്. കോമ്പറ്റീറ്റീവ് മേഖലയിൽ മത്സരിച്ച് സിനിമ ഇറക്കട്ടെ, മത്സരിച്ച് നല്ല സിനിമ ഇറക്കട്ടെ, അപ്പൊ വിജയിക്കും. ഈ രംഗത്ത് നല്ല നല്ല അർത്ഥവത്തായ സിനിമകൾ വരട്ടെ, അതിനുവേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. പരസ്യപ്രതികരണം നടത്തി ഭിന്നതയിലായ സുരേഷ് കുമാറിനെയും ആന്റണി പെരുമ്പാവൂരിനെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്താനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നീക്കം. 24 കൊച്ചി. കോട്ടയം ചങ്ങനാശ്ശേരിയിലെ KSRTC ടെർമിനൽ നിർമ്മാണം ഈ മാസം 27-ന് ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇതിനായുള്ള നടപടികളെല്ലാം പൂർത്തിയായെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം 24 റിപ്പോർട്ട് ചെയ്തതോടെയാണ് മന്ത്രി ഇടപെട്ടത്. 2023 ജനുവരി 5-നാണ് ചങ്ങനാശ്ശേരി KSRTC ടെർമിനൽ പൊളിച്ചു മാറ്റുന്നത്. പുതിയ ബസ് ടെർമിനൽ 6 മാസത്തിനുള്ളിൽ നിർമ്മിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ നാളിതുവരെ ഒന്നും നടന്നില്ല. ചുട്ടുപൊള്ളുന്ന വെയിലത്തുള്ള കാത്തിരിപ്പ് യാത്രക്കാർക്ക് ദുരിതമായിരുന്നു. ഇവിടെ നിൽക്കുന്നവർക്ക് നിൽക്കാൻ സ്ഥലമില്ല, തണുപ്പായ സ്ഥലമില്ല, എല്ലാം വെയിലത്ത് വണ്ടിയുടെ പുറകിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കുക, പെട്രോൾ പമ്പിനകത്ത് കയറിയിരിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മനുഷ്യരിക്കേണ്ടത് എവിടെയാണ്? ഇതെല്ലാം സർക്കാർ വേണം ഇതിനെല്ലാം ഒരു ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വേണം. ഉണ്ടായിരുന്ന സ്ഥലം അവർ പൊളിച്ചു കളഞ്ഞ്, ഇവിടെ ഉണ്ടായിരുന്ന പൊളിച്ചു കളഞ്ഞ് മനുഷ്യൻ വെയിലത്ത് നിൽക്കുക. യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം 24 റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വിഷയത്തിൽ ഇടപെട്ടു. 27-ാം തീയതി തന്നെ സ്റ്റാൻഡിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായെന്നും മന്ത്രി പറഞ്ഞു. ഈ ചങ്ങനാശ്ശേരി ബസ് സ്റ്റേഷൻ ഊരാരങ്കൽ സൊസൈറ്റി എടുത്തേക്കുന്നത് ഒരു 6-7 മാസം കൊണ്ട് അവർ പൂർത്തിയാക്കാമെന്നാണ് അവർ സമ്മതിച്ചിരിക്കുന്നത്. 28-ാം തീയതി കല്ലിടും വൈകിട്ട്. കൃത്യമായി ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്നാണ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങിയത്. താൽക്കാലിക സംവിധാനം യാത്രക്കാർക്കായി ഒരുക്കിയിരുന്നുവെങ്കിലും ഇതൊന്നും ഗുണം ചെയ്തില്ല. മധ്യകേരളത്തിലെ തന്നെ പ്രധാന KSRTC സ്റ്റാൻഡുകളിൽ ഒന്നാണ് ചങ്ങനാശ്ശേരി. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് തീരുമാനം. ടോബി ജോൺസൺ, 24 കോട്ടയം. NCP തർക്കത്തിൽ വിമർശനവുമായി CPIM ആലപ്പുഴ ജില്ലാ നേതൃത്വം. തോമസ് കെ തോമസ് തർക്കം അവസാനിപ്പിച്ച് വികസനത്തിൽ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ സെക്രട്ടറി R നാസർ പറഞ്ഞു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കുട്ടനാട് സീറ്റ് NCPക്ക് നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തീരുമാനിക്കുകയെന്നും തോമസ് കെ തോമസ് വ്യക്തമാക്കി. CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലെ അതിരൂക്ഷ വിമർശനത്തിന് ശേഷമാണ് വീണ്ടും തോമസ് കെ തോമസിനെതിരെ R നാസർ രംഗത്തെത്തുന്നത്. ആകെ കുറച്ചുപേരുള്ള പാർട്ടിയാണ് NCP. ജില്ലയിൽ സർക്കാർ ഏറ്റവും വികസനം കൊണ്ടുവന്നത് കുട്ടനാട്ടിലാണ്. എന്നാൽ വികസനത്തെ ഏകോപിപ്പിക്കാൻ തോമസിന് പറ്റിയില്ല. കുട്ടനാട് സീറ്റ് CPIM ഏറ്റെടുക്കുമോ എന്നതിൽ NCPയിലെ തർക്കം കഴിഞ്ഞ് തീരുമാനിക്കുമെന്നും നാസർ. അത് അവരുടെ തർക്കവും പറ്റിയാലും തീർന്നു വരട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാം എന്ത് വേണമെന്നുള്ള കാര്യം. ഇപ്പം നമുക്ക് പറയാനുണ്ട്. ഇപ്പം നമ്മൾ NCPക്ക് കൊടുത്തിരിക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്, അവർ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടി മൂക്കട്ടെ, നല്ലപോലെ മൂക്കട്ടെ. അല്ല ഇപ്പം നമുക്ക് എന്ത് ചെയ്യാനൊക്കെ. വികസനമുണ്ട്, വികസനം നല്ലപോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജില്ലയിൽ വികസനം നടക്കുന്ന മണ്ഡലം അതാണ്, അവിടെയാണ്. ശരി, പക്ഷെ അതിനെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പെരിയാർ രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. വിമർശനം അടിസ്ഥാനരഹിതമാണെന്ന മറുപടിയുമായി തോമസ് കെ തോമസും രംഗത്തെത്തി. കുട്ടനാട്ടിൽ താൻ സജീവമാണ്, CPIM താനുമായി അകൽച്ചയിലല്ലെന്നും തോമസ് കെ തോമസ്. വളരെ ശക്തമായ ലെവലിൽ കുട്ടനാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കുടിവെള്ള പദ്ധതി കൊച്ചു കാര്യമാണോ? AC കനാൽ തുറക്കുന്ന വിഷയം ഗവൺമെന്റ് ശ്രദ്ധയെ കൊണ്ടുവന്നത് ചെയ്യാനായിട്ട് വന്നത് കൊച്ചു കാര്യമാണോ? ഇതെല്ലാം വികസനത്തിനകത്തുള്ളതല്ലേ കുട്ടനാട്ടിലെ. അങ്ങനെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് MLA ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. NCP സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്ന ചർച്ചയിൽ തന്നെയും ശശീന്ദ്രനെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്.
അത് പരിഹരിച്ച് ശക്തിപ്പെടുത്തുമെന്നും തോമസ് കെ തോമസ്. 24 ആലപ്പുഴ. അമ്പലപ്പുഴ MLA എച്ച് സലാമിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസിനെതിരെ CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം. പോലീസ് തെറ്റായ രീതിയിലാണ് കേസെടുത്തതെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. സാധാരണക്കാരന് വേണ്ടിയാണ് MLA നിന്നത്. പോലീസ് റിസോർട്ട് ഉടമയെ സഹായിച്ചെന്നും ആർ നാസർ ആരോപിച്ചു. കുറേ അധികം ആൾക്കാർക്ക് സഞ്ചാരം ചെയ്യാനുള്ള സൗകര്യം തടസ്സപ്പെടുത്തുകയാണ്. ആ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞപ്പോഴത്തേക്ക് MLA അല്ല പോയി പൊളിച്ചത്. MLA പറഞ്ഞ് അവർ നാട്ടുകാരെല്ലാം പറഞ്ഞ് പൊളിക്കുമെന്ന് പറഞ്ഞാൽ പൊളിച്ചോളാൻ പറഞ്ഞു. അതാണ് MLA ചെയ്തത്, അല്ല വേറെ കാര്യം ചെയ്തിട്ടില്ല. അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു കേസ് MLAയുടെ പേരിൽ എടുക്കേണ്ട കാര്യമില്ല, യഥാർത്ഥത്തിൽ കാര്യമില്ല. പോലീസ് നയത്തിന്റെ വിരുദ്ധമായിട്ടല്ല. പോലീസ് അവരിങ്ങനെ വന്നിട്ട് അതിന്റെ ഉടമസ്ഥന്മാർ വന്നിട്ട് FIR ഇടുകയാണ്, അവർ മൊഴി കൊടുക്കുകയാണ്. MLA വന്നിട്ട് MLA നിന്നുകൊണ്ടാണ് ചെയ്തത്. അപ്പം അവര് അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്യാൻ. അത് അന്വേഷിച്ചപ്പോൾ MLA പറഞ്ഞു എന്നാണ് ഉള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കേസെടുത്തതെന്ന് അവർ പറയണത്. പക്ഷേ അങ്ങനെ പറയാനൊക്കെ അങ്ങനെ പറയുന്നത് ശരിയാണോ? MLAക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുത്തെന്ന പരാതി DGP പരിശോധിക്കട്ടെ എന്ന് മന്ത്രി സജി ചെറിയാൻ. കാര്യങ്ങൾ എച്ച് സലാം തന്നെ പറഞ്ഞല്ലോ എന്നും സജി ചെറിയാൻ വിശദീകരിച്ചു. പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ഭാഗത്ത് തെറ്റായ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് DGP പരിശോധിക്കട്ടെ. MLAയുടെ പരാതിയാണല്ലോ, സ്വാഭാവികമായിട്ട് അത് ഗവൺമെന്റ് പരിശോധിക്കുമല്ലോ. അല്ല, പരിശോധിക്കട്ടെ. പരിശോധിച്ച് ശരിയായ നിലപാടൊക്കെ സ്വീകരിക്കും. അതിനെന്താ സംശയം? ആരായാലും ആളുകളുടെ ജനാധിപത്യപരമായ അവകാശമുണ്ട്, അത് അവർ പറയട്ടെ. ആ പറഞ്ഞതിന് ശേഷം തീരുമാനം ശരിയായി എടുക്കട്ടെ. ഡൽഹി മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ BJP നേതൃത്വം ഉടൻ തീരുമാനമെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന BJP പാർലമെന്ററി ബോർഡ് യോഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ഡൽഹിയിലെ പുതിയ സർക്കാർ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. അതിനിടെ വസതി മോടി പിടിപ്പിച്ചതിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഉജ്ജ്വല വിജയം നേടി ഒരാഴ്ച പിന്നിടുമ്പോഴും അടുത്ത മുഖ്യമന്ത്രിയെ BJP ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനമാണ് പ്രഖ്യാപനം വൈകാൻ കാരണമായതെന്നാണ് BJPയുടെ വിശദീകരണം. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പാർലമെന്ററി ബോർഡ് ഇന്ന് വൈകിട്ടോ നാളെയോ യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ചേരുന്ന നിയുക്ത MLAമാരുടെ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ പേര് ഔപചാരികമായി പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രിയടക്കം മന്ത്രിസഭയിലേക്കുള്ള 15 പേരുടെ പട്ടിക ദേശീയ നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നാകും മുഖ്യമന്ത്രിയടക്കം മന്ത്രിസഭയിലേക്കുള്ള 9 പേരെ പാർലമെന്ററി ബോർഡ് തീരുമാനിക്കുക. മുഖ്യമന്ത്രിയെ കൂടാതെ ഉപമുഖ്യമന്ത്രി പദവിയും ഉണ്ടാകുമെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. വ്യാഴാഴ്ച പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനുള്ള ഒരുക്കങ്ങൾ BJP ആരംഭിച്ചു. അതേസമയം മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചതിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. 24 ഡൽഹി. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്നത്തെ സ്വർണ്ണവില കാണാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റിന് മറുപടിയുമായി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക സംഘടനകളെ നിയന്ത്രിക്കാതെ കേരളത്തിന്റെ കായിക മേഖല രക്ഷപ്പെടില്ല. വി സുനിൽകുമാറിന് ചുമതലയുള്ള ഹോക്കിയിൽ സമീപകാലത്തൊന്നും നേട്ടമുണ്ടാക്കാനായിട്ടില്ല. ആ ജോലിയെങ്കിലും ആത്മാർത്ഥമായി ചെയ്തിട്ട് വേണം വിമർശനം ഉന്നയിക്കേണ്ടതെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇതിലും മോശം പ്രകടനം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ചാർജ് ഏറ്റെടുത്ത ശേഷം 3ാമത്തെ ദേശീയ ഗെയിംസാണ്. അപ്പോൾ അതിലൊന്നും വലിയൊരു മോശം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന കക്ഷി ഒരു
സംഘടനയുടെ പ്രസിഡൻ്റാണ് ഹോക്കി. അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നേരിട്ട് തന്നെ സർക്കാരിൽ നിന്ന് ഗ്രാൻഡ് വാങ്ങുന്ന ഒരു ഇനത്തിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ ഇനം ഹോക്കി എൻ്റെ അറിവിൽ കഴിഞ്ഞ 10 വർഷമായി ക്വാളിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ വിമർശിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യേണ്ടതുണ്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.